അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി. അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി തീരുന്നതോടുകൂടെ കൈ ഉയർത്തലും തീരലാണ് സുന്നത്ത്. ഇനി അങ്ങനെ അല്ലെങ്കിൽ നിസ്കാരത്ത് ബാത്റൂമൊന്നും ആവില്ല. പിന്നെ മെല്ലെ കൈ പൊക്കിളിന്റെ മേലെ നെഞ്ഞിന്റെതോടെ താഴ്ത്തി വെക്കുകയാണ് വേണ്ടത്. ഈ ഇടത്തെ കൈയിന്റെ മണിക്കണ്ടം വലത്തെ കൈ കൊണ്ട് ഏകദേശം പിടിക്കുന്ന നിലക്ക് അവിടെ വെക്കുകയാണ് വേണ്ടത്. അങ്ങനെ അല്ലാഹു അക്ബർ അവിടെ തന്നെ ഞാൻ പറയട്ടെ, നമ്മളെ തക്ബീർ ശരിയാണ്. അയാളെ തക്ബീർ ഞാൻ കേട്ടിട്ടില്ല. തക്ബീർ ശരിയാകും. തക്ബീർ ശരിയാണെങ്കിൽ എങ്ങനെ ചൊല്ലണം? അല്ലാഹു അക്ബർ അ. അല്ലാഹു എന്ന ആദ്യത്തിലുള്ള അ എന്ന അക്ഷരം അത് നമ്മൾ തൊണ്ടന്റെ അങ്ങേ തലക്കുന്ന് മൊയ്ഞ്ഞതാ, അതേപോലെ ഉച്ചരിക്കണം. അക്ബർ എന്ന അ അതും തൊണ്ടന്റെ അങ്ങേ തലക്കുന്ന് ഉച്ചരിക്കണം. പലരും തക്ബീർ ചെല്ലുമ്പോ അല്ലാഹു അക്ബർ എന്ന് പറയും. അങ്ങനെ പറയുമ്പോ അല്ലാഹു എന്ന ഹു എന്നതിന് ശേഷം അക്ബർ എന്ന ആ എന്ന അക്ഷരം ഉച്ചരിച്ചിട്ടില്ല. പിന്നെ എന്താ ഉച്ചരിച്ച്? വ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്നാ പറഞ്ഞേ. അല്ലാഹു അക്ബർ ആയില്ല. അപ്പൊ അല്ലാഹു അക്ബർ എന്ന് ആ എന്ന അക്ഷരം ശരിക്ക് ശ്രദ്ധിച്ചു മൊഴിയണം, അല്ലെങ്കിൽ തക്ബീർ ശരിയാവില്ല.